അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എനിക്കൊന്നും കണ്ടിട്ടുണ്ടാവും എല്ലാവരും. മലയാളം കൂടി ആവുമ്പോഴാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, അതായത് സ്ഥിതിവൈദ്യുതീകത്തിൽ നമ്മൾ പറഞ്ഞത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, ഉരസൽ വൈദ്യുതിയാണ് ആദ്യം കണ്ടുപിടിച്ചത്. പിന്നീട് ആണ് സ്ഥിതവൈദ്യുതി ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചുള്ള പഠനം വന്നത്. നമ്മൾ ചാർജിനെ പറ്റിയിട്ട്, അതായത് ലൈക്ക് ചാർജ്, സമാന ചാർജ്, അതുപോലെ വിപരീത ചാർജ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ആ സയന്റിസ്റ്റിന്റെ പേര് നിർബന്ധമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ചാർജിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, കൂളംസ് ലോ വരെയാണ് നമ്മൾ എന്താണ് കൂളംസ് ലോ മാത്രം പറഞ്ഞുള്ളൂ. അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൂളംസ് ലോ നോക്കാം. നോട്ട്സ് ഞാൻ നാളത്തേക്ക് നോട്ട്സ് 2 ക്ലാസ്സിന്റെയും അയച്ചിട്ടേക്കാം കേട്ടോ ഗ്രൂപ്പിൽ. സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 2 ചാർജ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അതായത് കൂളംസ് ലോ പറയുന്നത് സ്ഥിതവൈദ്യുത ബലമാണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ചാർജിന്റെ ഗുണനത്തിന്, ഇപ്പൊ 2 ചാർജ്, ഇപ്പൊ ഇവിടെ ഒരു ചാർജ് Q1 ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ചാർജ് Q2 ഇരിക്കുന്നുണ്ട്. ഇവ തമ്മിലുള്ള ദൂരം R ആണ് എങ്കിൽ ഈ സ്ഥിതവൈദ്യുത ബലം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F എന്ന് പറയുന്നത് ഈ ചാർജിന്റെ ഗുണനത്തിന് നേരനുപാതത്തിലായിരിക്കും. Q1 × Q2. അതേപോലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ദൂരത്തിന്റെ സ്ക്വയറിന് വിപരീത അനുപാതം. അപ്പോൾ 1/r², വർഗത്തിന്, ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പൊ ഇക്വേഷൻ നമുക്ക് ഒരുമിച്ച് എഴുതുമ്പോൾ F proportional to Q1 Q2 divided by r². പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കോൺസ്റ്റന്റ് ആയിട്ട് എഴുതുമ്പോൾ K × Q1 Q2 divided by r². ഇതാണ് നമ്മുടെ കൂളംസ് ലോയുടെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ K എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ 1/4πε0 ആണ്. ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി ആണ്. ഇത് വാക്വത്തിലുള്ള അല്ലെങ്കിൽ ഫ്രീ സ്പേസിലുള്ള മാധ്യമത്തെ ഒരു മീഡിയത്തിൽ കൂടെ ഉള്ളതല്ല. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇതിന്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക. ε0 = 8.85 × 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പിന്നെ ഇത് രണ്ടും കൂടി വരുമ്പോൾ ഇവിടെ ഇതിന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ വരുന്നത് 9 × 10⁻⁹ ആണ്. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു വാല്യൂ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു കോൺസ്റ്റന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതാണ് നമ്മുടെ കൂളംസ് ലോ വരുന്നത്. പിന്നെ ഈ കൂളംബ് മറ്റൊരു ഇക്വേഷൻ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. കൂളംബിന്റെ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, 2 ചാർജ് ചെയ്ത ബോഡികൾ തമ്മിലുള്ള ഫോഴ്സിനെ പറ്റിയിട്ടാണ് കൂളംസ് പഠിച്ചത്. ആ വർഷം ഞാനൊന്ന് ഇവിടെ എഴുതി വെച്ചേക്കാം. 1784 ആണ് ഈ ഒരു ലോ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള വർഷം വന്നിട്ടുള്ളത്. ഇത്രയുമാണ് കൂളംബ് ലോ പറയുന്നത്. 2 ചാർജ് തമ്മിലുള്ള ഫോഴ്സ്, അതിന്റെ പ്രോഡക്റ്റിന് ഗുണനത്തിന് നേരനുപാതവും, അതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതം. ഇക്വേഷൻ നോക്കി വെക്കുക. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി വരുന്ന കോൺസ്റ്റന്റ്, അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ്, ഇത്രയും നോക്കി വെക്കുക. പിന്നെ ഇതിനകത്ത് ഈ കൂളംസ് മറ്റൊരു ലോയും കൂടി പറഞ്ഞിട്ടുണ്ട്. ലോ അല്ല, അദ്ദേഹം മറ്റൊരു സ്റ്റഡി നടത്തിയത് നമ്മുടെ മാഗ്നറ്റിക് പോൾസിന്റെ, മലയാളത്തിൽ തന്നെ എഴുതുകയാണെങ്കിൽ കാന്തിക ധ്രുവത്തിലെ പോൾസിന്റെ ഇടയിലുള്ള ഫോഴ്സ്, ആ ഫോഴ്സും നമ്മുടെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യും. അതായത് അത് അവിടുത്തെ ഫോഴ്സും എന്തിന് പ്രൊപ്പോർഷണലാണ്? 1/r² പ്രൊപ്പോർഷണൽ ആണ്. ഇതിനെ പറയുന്ന പേര്
അപ്പോൾ ഫോഴ്സ് ഈ രണ്ട്, അതായത് ഇപ്പൊ നമ്മളിപ്പോ നോർത്ത് പോൾ ഇങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നോർത്ത്, ഇത് സൗത്ത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇതാണ് രണ്ട് പോള്, രണ്ട് ധ്രുവം എന്ന് പറയുന്നത്. രണ്ട് പോള്. ഇതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് r ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഫോഴ്സ് ഈ ഡിസ്റ്റൻസിന് 1/r² ആയിരിക്കും. അപ്പൊ ഇതും ഈ ഒരു ഐഡിയയും കൊണ്ടുവന്നത് കൂളംബാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ പേര് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ കൊണ്ടുവന്നതും കൂളംബാണ്. വിപരീത വർഗ നിയമം, അങ്ങനെ അതാണ് മലയാളത്തിൽ വരുന്നത്, വിപരീത വർഗ നിയമം. ഇതും ഈ ഒരു ഐഡിയയും കൊണ്ടുവന്നത് കൂളംബാണ്. അപ്പോൾ ചാർജ് തമ്മിലുള്ള രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ഇതും 1/r² ആണ്. മാഗ്നറ്റിന്റെ പോൾസ് തമ്മിലുള്ള, ധ്രുവങ്ങൾ തമ്മിലുള്ള ഫോഴ്സും ഡിസ്റ്റൻസും ആയിട്ടുള്ള റിലേഷൻ വിപരീത അനുപാതവുമാണ്. ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതമാണ്. അപ്പൊ ആ ഒരു ലോ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന വിപരീത വർഗ നിയമം ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ്. അത് രണ്ട് കാര്യത്തിനും, ചാർജിന്റെ കാര്യത്തിനും ഉപയോഗിക്കാം, അതുപോലെ മാഗ്നറ്റിന്റെ പോൾസിന്റെ കാര്യത്തിനും ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കൂളംസ് ലോയിൽ സ്റ്റേറ്റ്മെന്റും ഇക്വേഷൻസും വരുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ മീഡിയം ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. രണ്ട് ചാർജ് ഇരിക്കുന്നത്, ഇപ്പൊ രണ്ട് ചാർജ് വച്ചിരിക്കുന്നത് വാക്വത്തിലാണ്. വേറെ മീഡിയം ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നേരത്തെ എഴുതിയ സമയം പോലെ തന്നെ. അതേ സമയത്ത് രണ്ട് ചാർജ് ഒരു മാധ്യമത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. രണ്ട് ചാർജുകൾ ഒരു മാധ്യമത്തിലാണ് ഇരിക്കുന്നത്, ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ ഇക്വേഷൻ എപ്സിലൺ 0 പകരം നമുക്ക് വരുന്നത് എപ്സിലൺ 0, അതിന് പകരം നമുക്ക് എഴുതേണ്ടത് എപ്സിലൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എപ്സിലൺ കിട്ടാനുള്ള ഇക്വേഷൻ നോക്കി വയ്ക്കുക. എപ്സിലൺ ഇസ് ഈക്വൽ ടു എപ്സിലൺ 0 ഇൻറ്റു എപ്സിലൺ r. ഒരു മീഡിയം വരുമ്പോൾ ഉള്ള നമ്മുടെ ഇക്വേഷൻ വ്യത്യാസം വരുന്നത് എപ്സിലൺ 0 എന്നുള്ളത് എപ്സിലൺ എന്ന് എഴുതും. എപ്സിലൺ 0 ഇൻറ്റു എപ്സിലൺ r ആണ് എപ്സിലന്റെ ഇക്വേഷൻ. ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എപ്സിലൺ r എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും എപ്സിലൺ ബൈ എപ്സിലൺ 0. ഇതിനെ നമ്മൾ രണ്ട് പേര് നമുക്ക് പറയാം. ഒന്നില്ലെങ്കിൽ മാധ്യമത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയാം. മാധ്യമത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. അതല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, മലയാളത്തില് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നെയാണോ പറയുന്നത്. അപ്പൊ കുറെ പദങ്ങള് മലയാളത്തിന് പകരം ആ ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചിലത് മാത്രമേ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നുള്ളൂ. എപ്സിലൺ r എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ, ഏത് മീഡിയമാണോ അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇതിന്റെ കുറച്ച് മീഡിയത്തിന്റെ വാല്യൂ നോക്കി വെച്ചോളാം. അതായത് വാക്വത്തിന്റെ അല്ലെങ്കിൽ എയറിന്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എയറിന്റെ അല്ലെങ്കിൽ വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശൂന്യത. ഇതിന്റെ ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലൺ r-ന്റെ വാല്യൂ 1 ആണ്. വാട്ടറിന്റെ, ജലത്തിന്റെ എപ്സിലൺ r-ന്റെ വാല്യൂ ഏകദേശം ഒരു 81ന്റെ അടുത്താണ്. അതുപോലെ മെറ്റൽസ്, ലോഹത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. വാല്യൂ നോക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈ ഒരു കൂളംസിന്റെ ലോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു യൂണിറ്റിന്റെ കാര്യം ഞാനത് പറയാം. ചാർജിന്റെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാം. ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്. ക്യാപിറ്റൽ C ആണ് ചാർജിന്റെ യൂണിറ്റിന് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ C ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കൂളംബ് ലോ കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ രണ്ട് ചാർജുകൾ വെച്ചിട്ടുണ്ട്. ഈ ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ആണ് കൂളംസ് ലോ വെച്ചിട്ട് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഉപകരണത്തിന്റെ പേരും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഉപയോഗിച്ച
ഉപകരണത്തിന്റെ പേര്. അപ്പൊ അതായത് എനിക്ക് ചോദ്യം ചോദിക്കാൻ വരുന്നത് കൂളോം പരീക്ഷണത്തിൽ ചാർജുകൾക്കിടയിലുള്ള ബലം, ഫോഴ്സ്, ബലം അളക്കാനായിട്ട് ഉപയോഗിച്ച ഉപകരണം ടോർഷൻ ബാലൻസ് ആണ്. ടോർഷൻ ബാലൻസ് ആണ് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ചത്. ടോർഷൻ ബാലൻസ് ആണ് പഠിക്കാനായിട്ട്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ബലം അളക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായിരുന്നു? ബലം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബലം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് കൂളംസ് നിയമത്തില്. രണ്ട് ചാർജ് തമ്മിലുള്ള ബലം, സ്ഥിതവൈദ്യുത ബലം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ടോർഷൻ ബാലൻസ്. അത് വെച്ചിട്ടാണ് കൂളംസ് ലോ എല്ലാം കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇക്വേഷൻ നോക്കി വെക്കുക. പെർമിറ്റിവിറ്റി എന്താണെന്ന്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, മാധ്യമത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇക്വേഷൻ, കുറച്ച് പെർമിറ്റിവിറ്റിയുടെ വാല്യൂസ് ഓർത്ത് വെക്കുക. ചാർജിന്റെ യൂണിറ്റ്, രണ്ട് ലോയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് മാഗ്നറ്റിന്റെ പോൾസ് തമ്മിലുള്ള ഫോഴ്സും അതേപോലെ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സും രണ്ടും എങ്ങനെയാണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്, വിപരീത വർഗ നിയമം പാലിക്കുന്നതാണ്. രണ്ടും കൂളംബാണ് ഐഡിയ കൊണ്ടുവന്നത്. പിന്നെ ഈ ചാർജുകൾ തമ്മിലുള്ള ബലം അളക്കാൻ ഉപയോഗിച്ച ഉപകരണത്തിന്റെ പേരും നോക്കി വെക്കുക, ടോർഷൻ ബാലൻസ് എന്നുള്ളതും നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ഈ കൂളംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് വരുന്നതാണ്. ഇനി അടുത്തത് ഇതിൽ തന്നെ പറഞ്ഞു. ഏതാണ്? 81. അടുത്ത ഇതിന്റെ തന്നെ രണ്ട് കണ്ടിന്യൂവേഷൻ ആണ് നമ്മളെ സൂപ്പർപൊസിഷൻ തിയറം. അതും മലയാളത്തിൽ അത് തന്നെയാണ് കേട്ടോ എഴുതുന്നത്, സൂപ്പർപൊസിഷൻ തിയറം. പിന്നെ പണ്ടത്തെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യാരോപ തത്വം എന്നൊക്കെയാണ് എഴുതുന്നത്. ഞാൻ രണ്ടും എഴുതരാം. സൂപ്പർപൊസിഷൻ തിയറം സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട, എന്താണ് ഐഡിയ എന്നുള്ളത് നോക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് തത്വമാണെന്ന് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർപൊസിഷൻ തത്വം തന്നെയാണ് ഇപ്പൊ പറയുന്നത്. പണ്ട് ഇതായിരുന്നു പേര്. ഇതിപ്പോ ഈ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, ഈ ഒരു പേരൊന്നും ആദ്യാരോപ തത്വം എന്നുള്ളതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, എവിടെയും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇത് വേറൊന്നുമില്ല, സൂപ്പർപൊസിഷൻ തിയറം പറയുന്നത്. ഇപ്പൊ 3 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. Q1 ഉണ്ട്, ഇവിടെ Q2 ഉണ്ട്, ഇവിടെ Q3 ഉണ്ട്. അപ്പൊ Q1 ഉം Q2 ഉം തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് R12 ആണ്. Q2 ഉം Q3 ഉം തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് R23 ആണ്. Q1 Q3 തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് R13 ആണ്. അപ്പൊ ഇതില് നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത് Q1 ഉം Q2 ഉം തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനെ ഞാൻ F12 എന്ന് എഴുതാണ്. Q1 ഉം Q2 ഉം തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ ഒരു മൂന്നാമത്തെ ചാർജ് ഉണ്ട്, Q3 ഉണ്ട്. Q3 കൊണ്ട് ഇത് തമ്മിലുള്ള ഫോഴ്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? അതാണ് സൂപ്പർപൊസിഷൻ തിയറം പറയുന്നത്. അപ്പൊ സൂപ്പർപൊസിഷൻ തിയറം അനുസരിച്ചിട്ട് നമുക്ക് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ബലം, രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് മൂന്നാമതൊരു ചാർജ് വെച്ചാലോ നാലാമതൊരു ചാർജ് വെച്ചാലോ എത്ര ചാർജ് ചുറ്റുമുണ്ടെങ്കിലും ഈ രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ്, അതായത് ആ ഫോഴ്സ് എങ്ങനെ വേണമെങ്കിലും അട്രാക്ഷൻ ആകാം, റിപ്പൽഷൻ ആകാം, ആകർഷണമാകാം, വികർഷണമാകാം, ആ ബലത്തിന് ഒരു തരത്തിലും സ്വാധീനപ്പെടുത്തുന്നില്ല, ഒരു തരത്തിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. Q3 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെങ്കിലും Q1 Q2 തമ്മിലുള്ള ഫോഴ്സിന് ഒരു രീതിയിലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. Q4 ചാർജ് ഉണ്ട്, ആ ചാർജ് വച്ചാലും Q1 Q2 തമ്മിലുള്ള ഫോഴ്സിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അതാണ് സൂപ്പർപൊസിഷൻ തിയറം. അപ്പൊ അതിനനുസരിച്ചിട്ട് Q1 Q2 തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് ഏത് രീതിയിൽ എഴുതാം? നമ്മുടെ കോൺസ്റ്റന്റ് K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ അവ തമ്മിലുള്ള ദൂരം R12 ഇൻറ്റു R12 ക്യാപ്. ഇത് വെക്ടർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഏത് ഡയറക്ഷനാണ് ഡിസ്റ്റൻസ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പ് എടുക്കുന്നത്. ഇതാണ് F12 വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ F13 എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? 1ഉം Q1 ചാർജും Q3 ചാർജും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 Q3
ഡിവൈഡഡ് ബൈ R13 ഇൻറ്റു R13 ക്യാപ്പ്. അപ്പൊ ഇത് നോക്കി, ഈ ഇക്വേഷനിൽ Q2 എന്ന ചാർജ് വരുന്നില്ല, ആദ്യത്തെ ഇക്വേഷനിൽ Q3 എന്ന് വരുന്ന ചാർജ് ഇല്ല. അപ്പൊ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ചാർജോ നാലാമത്തെ ചാർജോ ഉണ്ടെങ്കിലും ആദ്യ രണ്ട് ചാർജുകൾക്ക് തമ്മിലുള്ള ഫോഴ്സിന് യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസോ എഫക്റ്റോ അല്ലെങ്കിൽ സ്വാധീനമോ ഉണ്ടാവില്ല. ഇതാണ് സൂപ്പർപോസിഷൻ തിയറം സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു ചാർജ് കൊണ്ട് അവിടെ എന്തോരം ഫോഴ്സ് ഉണ്ടായി. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ Q1 കൊണ്ട് എന്തൊക്കെ ഫോഴ്സ് ഇവിടെ ഉണ്ടായി? Q1 കൊണ്ട് Q2 ഒരു ഫോഴ്സ് ഉണ്ടായി, Q3 ഒരു ഫോഴ്സ് ഉണ്ടായി. അപ്പോൾ Q1 ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഡ്യൂ ടു Q1. Q1 എന്ന ചാർജ് മൂലമുള്ള ബലം നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? F1 എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ F1 ഇസ് ഈക്വൽ ടു ഏതൊക്കെ കൊണ്ട് Q1 ഉം Q2 തമ്മിലുള്ള ഫോഴ്സ്, Q1 ഉം Q3 തമ്മിലുള്ള ഫോഴ്സ്. Q2 ഉം Q3 എടുക്കില്ല, കാരണം Q2 ഉം Q3 ഏത് തമ്മിലുള്ള Q2 ചാർജും Q3 ചാർജും തമ്മിലുള്ള ഫോഴ്സ് ആണ്. Q1 കൊണ്ടുള്ള ഫോഴ്സ് അല്ല ഇത് വരുന്നത്. അപ്പൊ ഇത് ടോട്ടലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് Q1 കൊണ്ടുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Q2 കൊണ്ട് മാത്രമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, Q3 കൊണ്ടുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ഫോഴ്സ് കാണണമെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്യണം. ഇതിപ്പോ ഓരോരോ ചാർജിന്റെയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് മൂന്നാമതൊരു ചാർജ് വെച്ചാൽ ഒരു തരത്തിലും ബാധകമല്ല. അതാണ് നമ്മുടെ ഈ സൂപ്പർപോസിഷൻ തിയറം മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് നമുക്ക് കൂളംസ് ലോന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് ഇതിനകത്ത് വരുന്നത് കുറച്ച് പോയിന്റ്സ് ആണ്. അതായത് എന്താ പറയാ, സിലബസ് അനുസരിച്ചിട്ട് അടുത്ത് നമുക്ക് പറയുന്ന പൊട്ടൻഷ്യൽ ആണ്. അതല്ലാതെ 2-3 പോയിന്റ്സും കൂടി നിങ്ങൾ നോക്കിക്കോ. ചെറിയ പോയിന്റ്സ് നമുക്ക് അറിയാവുന്നതായിരിക്കാം ചിലപ്പോൾ. നോട്ട് ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ നോക്കുന്നത് പൊട്ടൻഷ്യൽ തന്നെയാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ്. ഒറ്റ ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സ്ഥിതികോർജം കേട്ടോ. കൈനറ്റിക് എനർജി ഗതികോർജം, പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജം. ഓക്കെ, അപ്പോൾ ഒരു ചാർജ് കൊണ്ടുള്ള സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ചാർജ് കൊണ്ടുള്ള സ്ഥിതികോർജത്തിനെ നമ്മൾ വിളിക്കുന്നത് 1 eV എന്ന് നമുക്ക് വിളിക്കാം. 1 eV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് പറയാം. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻⁹ കൂളംബ്. അപ്പൊ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് ഇലക്ട്രോണിന്റെ ചാർജ് വരുന്നത്. അപ്പൊ ഇത്രയും ചാർജ് ഉള്ള ഒരു ഇലക്ട്രോൺ 1.6 × 10⁻⁹ കൂളംബ് ചാർജ് ഉള്ള ഒരു ഇലക്ട്രോൺ നമുക്ക് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എനർജി അല്ലെങ്കിൽ അതിന് വേണ്ട ഊർജമാണ് ഏത്? നമ്മുടെ ഊർജം കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഞാനത് എഴുതാം. അതിന് വേണ്ട എനർജിയാണ് നമുക്ക് Q × ΔV വരും. ഒരു ഇലക്ട്രോൺ ചാർജ് എന്ന് വെച്ചാൽ 1.6 × 10⁻⁻⁹ കൂളംബ് ചാർജ് ഉള്ള ഒരു ഇലക്ട്രോണിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നീക്കാൻ വേണ്ട എനർജിയാണ് Q × ΔV. അപ്പൊ എത്ര വരും ഇവിടെ? 1.6 × 10⁻⁹ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1 ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എനർജി എത്ര കിട്ടി? ഇവിടെ 1.6 × 10⁻⁹ × 1 എന്ന് പറഞ്ഞാൽ അത് തന്നെ എനർജി, ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഇത്രയാണ് ഒരു ഇലക്ട്രോണിനെ 1
വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നീക്കാൻ വേണ്ട എനർജി. ഇതിനെയാണ് നമ്മൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. 1 EV അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് തന്നെയാണ് മലയാളത്തിലും പറയുന്നത്. ഒരു ചാർജ് കൊണ്ടുള്ള സ്ഥിതികോർജം അല്ലെങ്കിൽ ഒരു ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് പറയാം? 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും ഓപ്ഷൻസ് വരാം. ഒരു ചാർജ് കൊണ്ടുള്ള സ്ഥിതികോർജത്തിന്റെ വില എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വാല്യൂ വരിക. 1.6 × 10⁻⁹ ജൂൾ ആയിരിക്കും വരിക കേട്ടോ. കൂളംബ് അല്ല, കൂളംബ് ചാർജ്. അത്രയും ചാർജ് ഉള്ള ഒരു ഇലക്ട്രോണിനെ ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള സ്ഥലത്ത് നീക്കണം വേണ്ട എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. അതിനെയാണ് സ്ഥിതികോർജം. ആ ഇലക്ട്രോണിന്റെ സ്ഥിതികോർജം എന്ന് പറയുന്നത് അത്രയും ആയിരിക്കും. 1 EV. 1 EVയുടെ വാല്യൂ ഇതായിരിക്കും. 1 EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 EVയുടെ വാല്യൂ 1.6 × 10⁻⁹ ജൂളാണ് 1 EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി കുറച്ച് പോയിന്റ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒന്ന് നമ്മൾ നേരത്തെ നോട്ട് ചെയ്തതാണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആയിരിക്കും. അതേപോലെ ഒരേ ചാർജുള്ള 2 വസ്തുക്കൾ ശൂന്യതയിൽ നമ്മൾ 1 മീറ്റർ അകലത്തിലാണ് വയ്ക്കുന്നതെന്ന് വെക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ Q1 Q2 അല്ല Q ഒരേ ചാർജുള്ള 2 വസ്തുക്കൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ വെച്ചു. ചാർജ് QQ ആണ്, ഇതിന്റെ ദൂരം 1 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ വച്ചിട്ട് ഇവിടെ കിട്ടുന്ന വികർഷണ ബലം, അപ്പോൾ ഒരേ വിലയുള്ള 2 ചാർജുകൾ 1 മീറ്റർ ദൂരത്തിൽ വെച്ചു. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇവിടുത്തെ വികർഷണ ബലം സെയിം ഫോഴ്സ് ചാർജ് ആണെങ്കിൽ എന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും, അട്രാക്ഷൻ അല്ല. അതുകൊണ്ടാണ് വികർഷണ ബലം. റിപ്പൽസീവ് ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്, സെയിം ചാർജ് ആയതുകൊണ്ട്. അപ്പൊ ഒരേ ചാർജ് 1 മീറ്ററിൽ വെച്ചു. അപ്പൊ അവ തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫോഴ്സ് F = 9 × 10⁻⁹ ന്യൂട്ടൺ. അപ്പോൾ ഒരേ വിലയുള്ള 2 ചാർജ് 1 മീറ്റർ ദൂരത്തിൽ വയ്ക്കുമ്പോൾ അവ തമ്മിൽ ഉണ്ടാവുന്നത് വികർഷണമാണ്, റിപ്പൽഷൻ ആണ്. ആ റിപ്പൽഷന്റെ വാല്യൂ, റിപ്പൽസീവ് ഫോഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ, ഇത് ആണെങ്കിൽ ഇവിടെ വച്ചിട്ടുള്ള ചാർജ് 1 കൂളംബ് ആയിരിക്കും. ഓരോരോ ചാർജ് 1 കൂളംബ് ആയിരിക്കും. ഇവിടെ വച്ചിട്ടുള്ള ചാർജിന്റെ വില 1 കൂളംബ് ആയിരിക്കും. എപ്പോ ദൂരം 1 മീറ്റർ ആയിരിക്കണം, ഫോഴ്സ് എത്രയായിരിക്കണം? 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ ഈ വച്ചിട്ടുള്ള 2 ചാർജും 1 കൂളംബ് ആയിരിക്കും. ഓക്കെ, ഇനി 1 കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? എത്ര ഇലക്ട്രോൺസിന്റെ തുല്യമായിരിക്കും? ചാർജിൽ ആ വാല്യൂ നോക്കി വയ്ക്കുക. 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഉണ്ടാകും. 1 കൂളംബ് ചാർജിൽ ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ 2 പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ഇതുമായിട്ടുള്ള പോയിന്റ്സ് 2 നിങ്ങൾ നോക്കി വയ്ക്കുക. ഒരു കണ്ടക്ടറിൽ നമുക്ക് എന്താ പറയാ, കണ്ടക്ഷൻ വരുന്നത് എന്ത് മൂലമാണെന്ന് പറയാമോ? ഒരു കണ്ടക്ടറിൽ കണ്ടക്ഷൻ നടക്കുന്നത് എഴുതാം. ചാലകങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കണ്ടക്ടേഴ്സിൽ പ്രവാഹത്തിന് കാരണം ഫ്രീ ഇലക്ട്രോൺസ്, അതായത് സ്വതന്ത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് നീങ്ങുന്നുണ്ട്.
സ്വതന്ത്ര ഇലക്ട്രോൺസ് കാരണം. പിന്നെ അതേപോലെ ഈ ഗ്യാസിലും അതേപോലെ ഇലക്ട്രോലൈറ്റ്സിലും ഇലക്ട്രിസിറ്റി വൈദ്യുത പ്രവാഹം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? വാതകങ്ങളിലും അയോണുകൾ കൊണ്ടായിരിക്കും. അതേപോലെ ഇലക്ട്രോലൈറ്റ്സിലും വൈദ്യുത പ്രവാഹത്തിന് കാരണം അയോൺസ് ആണ്. അയോൺസ് ഉള്ളതുകൊണ്ടാണ് വരുന്നത്. ഇത് നമ്മൾ തീരെയായിട്ട് ബന്ധമില്ല, പക്ഷെ ഈ ഇത് വന്നുകൊണ്ട് ഞാൻ പോയിന്റ്സ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നോക്കാനുള്ളത് കൂളംസ് ലോയുടെ തന്നെ വെക്ടർ ഫോം ആണ്. അത് ഇക്വേഷൻ നേരത്തെ വന്നത്, അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ട് ശരിയായ കൂളം ലോ ഏത് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ വെക്ടർ ഫോമിലുള്ള ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂളംസ് ലോയുടെ ഏകദേശം നമ്മുടെ കഴിയും. അതൊക്കെ ആ രീതിയിൽ ചോദ്യം വരുള്ളൂ. അപ്പോൾ കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. ഓൾറെഡി നമ്മൾ ഒരു ഒറിജിൻ വരയ്ക്കാം. ഈ ഒറിജിനിൽ ഇവിടെ ഒരു ചാർജ് Q1 ഉണ്ട്. ഈ Q1 ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് R1. Q2 ഉണ്ട്, ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് R2. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R എന്നാണ് അടയാളപ്പെടുത്തുന്നത്. R എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1. ഓക്കെ, പിന്നെ സൗണ്ട് കുറവാണ്. ഇപ്പൊ കേക്കാമോ? ഇപ്പൊ ഓക്കെ ആണോ? ലാപ്ടോപ്പിന്റെ സൗണ്ട് കുറവായിരിക്കും. ഓക്കെ, Q1 നിന്നുള്ള ഫോഴ്സ് ഞാൻ അടയാളപ്പെടുത്തുന്നത് പുറത്തേക്കാണ്. ഇത് F12 ആണ്. അതേപോലെ Q2 എന്നുള്ള ഫോഴ്സ് ഞാൻ പുറത്തേക്കാണ്. ഇത് വരുന്നത് F21 ആണ്. ഇപ്പോൾ ഫിഗർ നിങ്ങൾ പഠിക്കേണ്ടത് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതായിരിക്കും 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് വരുന്നത്. എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഫിഗർ തന്നത്. അപ്പോൾ ഇതിനകത്ത് F21 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് വരും? F21 is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ, നിങ്ങൾ ഡിസ്റ്റൻസ് എഴുതുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ ഇവിടെ R എന്ന് എഴുതിയതുകൊണ്ട് R² എത്ര വരും? വെക്ടർ ഏതാണ്? R21 വെക്ടറാണ്. നമുക്ക് പല രീതിയിൽ എഴുതാം. ഇവിടെ R21 ക്യാപ്പ്, ഇത് ഒരു ഇക്വേഷൻ, നമ്മുടെ വെക്ടർ ഫോമിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. F21 is equal to 1/4πε0. ഇതുവരെ സെയിം തന്നെ ആയിരിക്കും, Q1 Q2 തന്നെ ആയിരിക്കും. നമ്മൾ ഇത് എഴുതുമ്പോൾ ഈ ക്യാപ്പ് മാറ്റിയിട്ട് എനിക്ക് വെക്ടർ ഫോം മാറ്റിയിട്ട് R³ ഇൻറ്റു എന്തെഴുതാം? R21. കാരണം എന്താണ്? വെക്ടർ എങ്കിൽ എങ്ങനെ എഴുതാം? വെക്ടർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ മോഡുലസ് വെക്ടർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇതിന്റെ വാല്യൂ മോഡുലസ് വെക്ടർ R എന്തായിരിക്കും? ഈ മോഡുലസ് വെക്ടർ R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ ഇതാണ്, കൂടുതൽ വെക്ടറിലോട്ട് പോകുന്നില്ല. ഇതാണ് വെക്ടർ R എന്ന് വിചാരിക്കുക. XI ക്യാപ്പ്, YJ ക്യാപ്പ്, ZK ക്യാപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡുലസ് വെക്ടർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിലയാണ്, ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? √(x² + y² + z² വരും. അപ്പോൾ വെക്ടർ R ഇങ്ങനെ എഴുതും, XI ക്യാപ്പ്, YJ ക്യാപ്പ്, ZK ക്യാപ്പ്. മോഡുലസ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും.
അപ്പൊ ഇതിന്റെ ആർ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ, അതായത് ഏത് ഡയറക്ഷൻ ആണോ ആ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടറാണ് ആർ ക്യാപ്പ്. അപ്പൊ ആർ ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ. ഈ മോഡുലസ് ഓഫ് വെക്ടർ ആർ വേറെ രീതിയിലും എനിക്ക് എഴുതാം. വെക്ടർ ആർ ഡിവൈഡഡ് ബൈ വെറുതെ ആർ എന്ന് എഴുതി കഴിഞ്ഞാലും എന്താണ് മോഡുലസ് ഓഫ് വെക്ടർ ആർ ആണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വെക്ടർ, ഈ ക്യാപ്പിനെ ആർ ക്യാപ്പിനെ എങ്ങനെ എഴുതി? വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതി. അതുകൊണ്ടാണ് ഇവിടെ ആർ ക്യൂബ് വന്നിട്ടുള്ളത്. ഇനി എനിക്ക് വീണ്ടും ഇത് മറ്റൊരു രീതിയിൽ എഴുതാം. ഈ ആർ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? R21 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിഗറിൽ നിന്ന് പറയാമോ? R21 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. R2 മൈനസ് R1 ആണ് R21. അപ്പൊ R2 മൈനസ് R1 ആണ് R21 എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എനിക്ക് വീണ്ടും ഇങ്ങനെ എഴുതാം. F is equal to F21 is equal to 1 by, ഇതൊരു ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ രീതിയിൽ എഴുതാം വെക്ടർ ഫോം. മൂന്നാമത്തെ രീതിയിൽ 1 by 4 pi epsilon 0 Q1 Q2. ഈ R21 ഞാൻ R2 മൈനസ് R1 എന്ന് എഴുതി. അതേപോലെ എനിക്ക് ഈ R എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1 ആണല്ലോ, പക്ഷെ മോഡുലസ് ആണ്. അപ്പൊ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? മോഡുലസ് R2 മൈനസ് R1 ക്യൂബ്. ഇതും ഒരു ഫോർമുല, ഒരു ഫോർമാറ്റാണ്. ഇങ്ങനെയും എനിക്ക് എഴുതാം. അതേ സമയത്ത് F12 എനിക്ക് എങ്ങനെ എഴുതാം? F12 ഈ ഇക്വേഷൻ എഴുതിയ പോലെ എങ്ങനെ എഴുതാം? 1 by 4 pi epsilon 0 Q1 Q2. F12 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. R1 മൈനസ് R2. ഡിനോമിനേറ്ററിൽ വ്യത്യാസം വരില്ല. ഡിനോമിനേറ്ററിൽ എന്ത് വരും? R1 മൈനസ് R2 ഹോൾ ക്യൂബ്. ഇവിടെയും അതുപോലെ R ക്യൂബ്, ഇവിടെ R12 വരും, ഇവിടെ R സ്ക്വയർ R12 ക്യാപ്പ് വരും. ഇത് ഏതെങ്കിലും ഒരു ഫോം നോക്കി വയ്ക്കുക. ഈ മൂന്ന് ഫോം നോക്കി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഓപ്ഷൻ ആ രീതിയിൽ ചോദ്യം വരാം. അല്ലാണ്ട് വേറെ ഡെറിവേഷനൊന്നും ഇക്വേഷനൊന്നും വരാനില്ല. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മറ്റൊരു രീതിയിലും നമുക്കിത് പറയാം. ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എന്താ പറയാം? F12 is equal to minus F2. അങ്ങനെയും പറയാം. ഇനി എന്താ പറയുക, കുറച്ച് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ട് ചാർജ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്, നമ്മളിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പഠിക്കുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്ഥിതവൈദ്യുത ബലം എന്താണ്? കൺസർവേറ്റീവ് ആണെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്, സംരക്ഷിതമാണ്. അപ്പൊ അതിനെയാണ് കൺസർവേറ്റീവ്. സംരക്ഷിതം എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഞാനത് എഴുതാം. ചാർജുകൾ തമ്മിലുള്ള ഏതാണ്? സ്ഥിതവൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ബലം സംരക്ഷിതമാണ്, കൺസർവേറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. മീൻസ് കൺസർവേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി 3 ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്.
ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ചാർജ് ക്രമീകരണം എന്ന് നമുക്ക് പറയാം. 3 ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി, മലയാളം വരുന്നത് രേഖീയ ചാർജ് സാന്ദ്രത. ലാംഡയാണ് എഴുതുന്നത്. അതായത് ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ചാർജിന്റെ അളവിനെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളതാണ് വരുന്നത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അതാണ് വരുന്നത്. അതായത് യൂണിറ്റ് ലെങ്തിലെ ചാർജ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു dq ഡിവൈഡഡ് ബൈ dl എന്ന് വരും. അതാണ് ലീനിയർ ചാർജ്, രേഖീയ ചാർജ് സാന്ദ്രത എന്ന് പറയുന്നത്. അടുത്തത് പ്രതല ചാർജ് സാന്ദ്രത. അപ്പൊ ഏത് വരും? പ്രതല ചാർജ് സാന്ദ്രത സിഗ്മയാണ് നോട്ട് ചെയ്യുന്നത്. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ചാർജ് പെർ യൂണിറ്റ് ഏരിയ വരും. ഒരു യൂണിറ്റ് പ്രതല വിസ്തീർണത്തിലുള്ള ചാർജിന്റെ അളവാണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ സിഗ്മ ഇസ് ഈക്വൽ ടു dq ബൈ ds എന്നാണ് നോട്ട് ചെയ്യാറ് എപ്പോഴും. സർഫസ് ചാർജിനെ സർഫസ് ഏരിയ ds എന്നാണ് പറയുന്നത്. പ്രതല വിസ്തീർണത്തിലുള്ള ചാർജ്. മൂന്നാമത്തെ നമുക്ക് വരുന്നത് വോളിയം ചാർജ്. അങ്ങനെ തന്നെയാണ് വോളിയം ചാർജ് സാന്ദ്രത. റോ എന്നാണ് വരുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പൊ നമുക്ക് വരുന്നത് ചാർജ് ബൈ യൂണിറ്റ് വോളിയം വരും. ഇക്വേഷൻ റോ ഈസ് ഈക്വൽ ടു dq ബൈ dv വരും. യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് വരും. ഇതാണ് ചാർജ് ക്രമീകരണം. ഇക്വേഷൻ നോക്കി വയ്ക്കുക. ആ പേര് ഇപ്പൊ മലയാളത്തിലായതുകൊണ്ട് ഇത്തിരി വോളിയം ചാർജ് കുഴപ്പമില്ല, പ്രതല ചാർജും അതുപോലെ രേഖീയ ചാർജ് സാന്ദ്രത പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലെറ്റർ നോക്കുക, ലാംഡ സിഗ്മ റോ ആണ് വരുന്നത്. ഓക്കെ, ഒരു പോർഷൻ കൂടി നമുക്കൊന്ന് എടുക്കാം. ഇലക്ട്രിക് ഫീൽഡ് ആണ്. വൈദ്യുത മണ്ഡലം, ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ് ആക്ച്വലി? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് അത് ഏത് രീതിയിലാണോ, ഏതിൽ കൂടെയാണോ പോകുന്നത് ആ റീജിയനെയാണ്, ഏത് റീജിയനിലാണോ ആ ഇലക്ട്രിക് ഫോഴ്സ് അനുഭവിക്കുന്നത് ആ റീജിയനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. ഏത് സ്ഥലത്താണോ ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടുന്നത് ആ സ്ഥലത്തെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഫീൽഡ് ലൈൻസ് വഴിയാണ്. മണ്ഡല രേഖകൾ വച്ചിട്ടാണ് നമ്മൾ ആ ഫീൽഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ വരയ്ക്കുന്നത് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ്. ഇതിനകത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ ഇതില് മണ്ഡല രേഖ ഫീൽഡ് ലൈൻസ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഇത് വരുന്നത്? ഒരു പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും ഉള്ളിലേക്കായിരിക്കുമോ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. അതേ സമയത്ത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അപ്പൊ ഇത് ആ ഒരു നെഗറ്റീവ് ചാർജിന്റെ ഫോഴ്സ് അനുഭവിക്കുന്ന ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേർരേഖ വച്ചിട്ട് വൈദ്യുത മണ്ഡല രേഖകൾ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് വയ്ക്കാം. ഒരു പോയിന്റ് ചാർജിന് വയ്ക്കാം, ഒരു മാഗ്നറ്റ് പോസിറ്റീവ് വയ്ക്കുമ്പോൾ ഫ്ലോ ഡയഗ്രാം ഉണ്ടാകും, പോസിറ്റീവ് നെഗറ്റീവ് വരയ്ക്കുമ്പോൾ ഡയഗ്രാം ഉണ്ടാകും. അപ്പോൾ ഓരോന്ന് നമുക്ക്, അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്. ഇനി നമ്മളിപ്പോൾ ഇത് പോയിന്റ് ചാർജ്, നമുക്ക് പോസിറ്റീവ് പോയിന്റ് ചാർജ് ആണെങ്കിൽ പുറത്തേക്ക് വരും, നെഗറ്റീവ് പോയിന്റ് ചാർജ് ആണെങ്കിൽ അകത്തേക്ക് വരും. ഇനി രണ്ടും പോസിറ്റീവ് വെച്ചെങ്കിലോ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു, ഇവിടെയും ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു. അപ്പൊ ഇത് തമ്മിലുള്ള നമ്മൾ നേരത്തെ കൂളം ലോയിൽ പറഞ്ഞതാണ്, ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? പോസിറ്റീവിന്ന് പുറത്തേക്കാണ്. അപ്പൊ ഇതിന്റെ ഡയഗ്രാം വരുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എല്ലാത്തിന്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. ഇതാണ് പോസിറ്റീവും തമ്മിലുള്ള ഇത്. നെഗറ്റീവും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും എന്ന് മാത്രമേ. ഇതേ സമയത്ത് നമ്മളൊരു പോസിറ്റീവ് ചാർജ് വെക്കുന്നു, ഒരു നെഗറ്റീവ് ചാർജ് വെക്കുന്നു. ഇവ തമ്മിൽ എങ്ങനെ ഉണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഡയറക്ഷൻ ലാസ്റ്റ് വരയ്ക്കാം. പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ എങ്ങനെയായിരിക്കും ഡയറക്ഷൻ വരുന്നത്? നമുക്കറിയാം, പോസിറ്റീവിന്ന് പുറത്തേക്കാണ്, നെഗറ്റീവിന്ന് ഉള്ളിലേക്കാണ്. അപ്പൊ ഇങ്ങനെ വരും ഡയറക്ഷൻ. പോസിറ്റീവിന്ന് നെഗറ്റീവിലോട്ടാണ് ഡയറക്ഷൻ വരുന്നത്. പോസിറ്റീവിന്ന് പുറത്തേക്ക് വരും, നെഗറ്റീവിന്ന് ഉള്ളിലേക്ക് വരും. ലൈൻസ് ഒന്നും കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പൊ ഞാൻ വരച്ചതിനകത്ത് ഇവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ലൈൻസ് കൂട്ടിമുട്ടാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഇതൊന്നും വരയ്ക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഓപ്ഷൻസ് ചിലപ്പോൾ പോസിറ്റീവ് തന്നിട്ട് ഉള്ളിലേക്കുള്ളതും നെഗറ്റീവ് അങ്ങനെ ഡയറക്ഷൻ തന്നിട്ട് ഏതാണ് ശരിയായ മണ്ഡല രേഖകൾ എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം.
അല്ലെങ്കിൽ ഓപ്ഷൻസ് മാത്രം പുറത്തേക്ക്, രേഖകളുടെ ദിശ പുറത്തേക്ക് അകത്തേക്ക് എന്നുള്ള രീതിയിലും ഓപ്ഷൻസ് ചോദിക്കാം. അത്തരം ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാവുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഇതിനകത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കൂലോംസ് ലോ വെക്ടർ ഫോമിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ പറഞ്ഞ ചെറിയ ചെറിയ പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. പൊട്ടൻഷ്യൽ സൂപ്പർപോസിഷൻ തിയറം, 1 ഇലക്ട്രോൺ വോൾട്ട്, പിന്നെ ഇതിൻ്റെ കൂലോംസ് ലോന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഇത്രയും നോക്കി വയ്ക്കുക. ഇതിനകത്ത് ഈ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ആകെ ചോദിക്കുന്നത് ആ ഒരു ഫിഗർ വച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ചോദ്യം ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ രീതിയിലൊന്നും ചോദിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം ഇന്ന് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത ദിവസം നമുക്ക് നാളെ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. തേഴ്സ്ഡേ നമുക്ക് ഇതുപോലെ 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ലേറ്റായിട്ട് ജോയിൻ ചെയ്താൽ സെലീഷ എന്താണ് പഠിച്ചത് എന്താ ചെയ്യുന്നത്? കേൾക്കാമോ? എന്തോ? അല്ല, സബ്ജക്റ്റ് ഏതായിരുന്നു? ഓക്കെ ഓക്കെ. അതുപോലെ ശ്രീജിഷയോ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ? സെലീഷ ഓക്കെ. ശ്രീജിഷയോ? എന്താ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ഏതായിരുന്നു സബ്ജക്റ്റ്? ഏതാണ്? ഫിസിക്സ്. ഓക്കെ. ഞാൻ നേരത്തെ ആദ്യം ജോയിൻ ചെയ്തതോട് ചോദിച്ചു തന്നെ, അപ്പൊ അതാണ് ചോദിച്ചത്. കുഴപ്പമില്ല കുഴപ്പമില്ല. എത്ര മാസമായി അങ്ങനെ? ഓക്കെ, ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ, ശരി.